വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറി നല്ലൊരു വില്ല പ്രോജക്റ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന സ്പേഷ്യസ് ആയ 4 BHK വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. 7 സെൻറ്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 3 കാർ പാർക്കിംഗ് സ്പേസോടും കൂടിയിട്ടാണ് ഈ ഒരു മനോഹരമായ വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 800 മീറ്ററും ചോറ്റാനിക്കര ടെമ്പിളിലേക്ക് 1.5 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 3 കിലോമീറ്ററും വൈറ്റിലയിലേക്ക് 11 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും കാക്കനാടേക്ക് 15 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 19 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസായി വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും വാൾ ടൈലും നൽകിയാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇൻറ്റേർണൽ റോഡ് വരുന്നത്. റോഡിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു കോമ്പൗണ്ട് വാളാണുള്ളത്. ഗേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾഡിംഗ് ഗേറ്റും സ്ലൈഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലാണ് 3 കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് കിണർ നൽകിയിട്ടുണ്ട്. ഈ വീട് 7 സെൻറ്റ് സ്ഥലത്തായതുകൊണ്ട് തന്നെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും വരുന്നുണ്ട്. വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനും പ്രത്യേകം സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു സിറ്റ് ഔട്ടിൽ 4 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയായിട്ടാണ് വരുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ്ങിന് വലുപ്പമുള്ള ഒരു സോഫ സെറ്റിനും കോഫി ടേബിളിനുള്ള സ്പേസാണ് വരുന്നത്. വെന്റിലേഷൻസിനെല്ലാം തന്നെ കർട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായി തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഈ ലിവിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. വാൾപേപ്പറൊക്കെ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വാഷ് കൗണ്ടറിൻ്റെ ഏരിയ വരുന്നത്. വാഷ് കൗണ്ടറിൻ്റെ ഫിറ്റിങ്സിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് വലുപ്പമുള്ള ഒരു വെന്റിലേഷൻ തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെയും കർട്ടൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടും വളരെ മനോഹരമായ ഡക്ക സ്പേസും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാണ്ട വയേഴ്സും വീഗാണ്ട സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി പാറ്റേണിലുള്ളതും മാറ്റ് ഫിനിഷുള്ള ടൈലുകളും ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വുഡായിട്ട് തേക്കും ആഞ്ഞിലിയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് കിച്ചൺ വരുന്നത്. വെസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. വലുപ്പമുള്ള സിങ്കും 2 ടാപ്പ് പോയിൻറ്റും വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ സ്പേസിനോട് ചേർന്ന് തന്നെ പവർ പോയിൻറ്റും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചണാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് സ്കിൻ ഡോറിലാണ് വരുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് റോമൻ കർട്ടൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളും വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയായി ഇൻറ്റീരിയർ ചെയ്താണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ ഈ ബാത്റൂം ഫിറ്റിങ്സ് വരാനായിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് ആണ് നൽകുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഭംഗി ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റും വാൾഡ്രോബും സ്റ്റഡി ടേബിളും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഇനി ബാത്റൂം ഫിറ്റിങ്സ് വരാനായിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സീലിംഗിൽ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്.
ഇവിടെയായിട്ട് നമുക്കൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ പോകുന്നത് സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ്ങിലേക്കാണ്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഒരു അപ്പർ ലിവിങ്ങിൽ ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു അപ്പർ ലിവിങ്ങിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഭംഗി ഇൻറ്റീരിയർ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ ഈ ബാത്റൂം ഫിറ്റിംഗ്സ് വരാനായിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 13 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. അത്യാവശ്യം വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് സീലിംഗ് ലൈറ്റും നൽകി ഇൻറ്റീരിയറും വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നു. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റിയിലേക്ക് വരാം. ഷീറ്റ് കൊണ്ട് റൂഫ് ചെയ്താണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും വാഷ് കൗണ്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിയിൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് സീലിംഗിൽ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SSM ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. 7 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 3 കാർ പാർക്കിംഗ് സ്പേസും അടങ്ങുന്ന ഈ ഒരു മനോഹരമായ വീടിന് ചോദിക്കുന്നത് 97 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.